കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ അതേ നവീൻ തിരിച്ചെത്തുകയാണ്. ഈ സമയത്ത് കൃഷ്ണനെ മാണിക്കുഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കൃഷ്ണ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മറ്റേ ലോട്ടറി വിൽക്കുന്ന പുള്ളിക്കാരൻ ചോദിക്കുന്നത് നീ എവിടെ പോകുന്നു പറയും. അപ്പോൾ അമ്മ ഈ വീട്ടിലുണ്ടെന്നും പറഞ്ഞാണ് വന്നതെന്ന് പറയും. അപ്പോൾ പറയും നീ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാൻ പറയും. അങ്ങനെ അവൾ ഫോൺ എടുത്ത് വിളിക്കുമ്പോഴത്തേനും അമ്മ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ എല്ലാവരും പറ്റിക്കുന്നവരെ, അതുകൊണ്ട് അവിടെ നിന്ന് നിൽക്കരുതെന്ന് പറയും. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സുന്ദരിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേനും സുന്ദരിയെ വഴിയിൽ കാണുന്ന സമയത്ത് സുന്ദരി ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവും ഇവളാണെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറയാം അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടരുത്, ഓടിച്ചു വിടാൻ പറയാം. അങ്ങനെ ഗുണ്ടകളെല്ലാം കൂടി നമ്മുടെ കൃഷ്ണയെ ഓടിക്കുകയാണ്. ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നു. അങ്ങനെ അവളെ ഓടിച്ചെന്ന് ഒരു ലോറിക്കാരുടെ അടുത്ത് എന്താ. അപ്പോൾ അവർ പറയും മോളെ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറയും. അപ്പോൾ അവർ പറയും മോളെ വിഷമിക്കേണ്ടെന്ന് പറയാം. അങ്ങനെ ഈ ഗുണ്ടകളെ തിരിച്ചു വിടുകയാണ്. ഇതേ സമയത്ത് നവീനാണെങ്കിൽ ഗാഥയെ വീട്ടിൽ കൊണ്ടിറക്കി വിടുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധാര ഗാഥയോട് പറയും എന്തായാലും ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ ഗാഥ പറയും അതെന്താ അങ്ങനെ പറയുന്നത്, എനിക്ക് നവീനെ ഇഷ്ടപ്പെട്ടു, നവീൻ പാവമാണ്, നവീൻ്റെ ക്യാരക്ടറൊക്കെ നല്ലതാണെന്ന് പറയും. ഇതുപോലൊരു ആളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് നവീനുമായിട്ടുള്ള കല്യാണം മാത്രമായിരിക്കും എന്ന് പറയുന്നത്. ഇത് കേട്ടാൽ സിദ്ധാരയാണെങ്കിൽ ആകെ വിഷമത്തിലാവും. എന്ത് ചെയ്യും, ഇവളുടെ അടുത്ത് എങ്ങനെ ഇത് പറയും, ഈ കാര്യങ്ങളൊക്കെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നമൊക്കെ കാണുന്നു. സ്വപ്നം കാണുന്ന വെച്ചാൽ നവീനും നമ്മുടെ സിദ്ധാരയും ഒരു കാടിൻ്റെ അകത്ത് ഒരു സർപ്പത്തിൻ്റെ ഒരു ഇതുള്ളടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സർപ്പം വന്നിട്ട് ഗാഥയെ കൊത്തുന്നതൊക്കെ നമ്മുടെ സിദ്ധാര കാണുകയാണ്. അപ്പോൾ പേടിച്ച് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ കൂടെയുള്ളവരോട് പറയും എനിക്കിനി വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു, എങ്ങനെ അറിയിക്കാം. അപ്പോൾ കൂടെയുള്ള പുള്ളിക്കാരി പറയേ എന്തായാലും ഗാഥയുടെ അടുത്ത് നമുക്ക് കുറേശ്ശെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണയാണ് കാണിക്കുന്നത്. കൃഷ്ണ വീണ്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഗുണ്ടകൾ പുറകെ വരുന്നു. അങ്ങനെ ഗുണ്ടകളെ പേടിച്ച് അവൾ ഓടി ഒരു കാറിൻ്റെ അകത്ത് കയറും. അത് നവീൻ്റെ കാറാണ്. അത് അവൾ അറിയുന്നില്ല. അങ്ങനെ കാറിൻ്റെ അകത്ത് കയറി ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നവീൻ ഓടിച്ച് പോവുകയാണ്. ഓടിച്ച് തൻ്റെ വീട്ടിലാണ് ചെന്നെത്തുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണ നോക്കുമ്പോഴത്തേനും വലിയൊരു വീടും ഇതൊക്കെ കാണുന്നു. അങ്ങനെ അവൾക്ക് ടെൻഷനാവുന്നു, ഇത് എവിടെയാണ്, ഇയാളുടെ മുമ്പിൽ വീണ്ടും ചെന്ന് പെട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് അറിയാം. അപ്പോൾ മാണിക്കുഞ്ഞിനോട് നവീൻ പറയും എൻ്റെ സാധനങ്ങളൊക്കെ കാറിലുണ്ട്, അതൊക്കെ എടുത്ത് വയ്ക്കാൻ പറയും. അങ്ങനെ മാണിക്കുഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഈ കൃഷ്ണ അറിയാതെ ഇറങ്ങിയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് പതുക്കെ മാറി ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ ആ വീടിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഭയങ്കര ഒരു എന്തൊക്കെയോ സംഭവിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും. പിന്നീട് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ ഗാഥയോട് ഈ തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. ഇങ്ങനെ ആ കുടുംബത്തിൽ കല്യാണം കഴിച്ചിരുന്ന എല്ലാ സ്ത്രീകളും മരിച്ചു പോകും എന്നുള്ള കാര്യം നമ്മുടെ ഗാഥയെ അറിയിക്കുകയാണ്. ഇത് കേട്ട ഗാഥ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് നാളത്തെ എപ്പിസോഡിലാണുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.